ബീഹാർ ബി.ജെ.പിക്ക് വലിയ ആശങ്ക തന്നെയാണ്. ഐക്യ ജനതാദളിന് മത്സരിക്കാൻ 16 ലോക്സഭാ സീറ്റുകൾ കൊടുത്തതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ബി.ജെ.പിക്ക് വലിയ അതൃപ്തിയുണ്ട്. ബി.ജെ.പിയുടെ ബീഹാർ ഘടകത്തിന് ദേശീയ നേതൃത്വവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസവുമുണ്ട്. 17 സീറ്റുകൾ മാത്രമാണ് ബി.ജെ.പി മത്സരിക്കുന്നതെങ്കിൽ ഐക്യ ജനതാദൾ 16 സീറ്റുകളും അതുപോലെ തന്നെ LJP 5 സീറ്റുകളും ഇങ്ങനെയൊക്കെയാണ് മത്സരിക്കുന്നത്. അതുപോലെ തന്നെ ജിതൻ റാം മഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ച ഒരു സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. ഇത്തരത്തിലാണ് അവിടെ സീറ്റ് ഡിവിഷൻ നടന്നിരിക്കുന്നത്. എന്നാൽ അവിടെ ഐക്യ ജനതാദളിന് വലിയ നഷ്ടമായിരിക്കും സംഭവിക്കുക. 16 സീറ്റിൽ 2 സീറ്റ് പോലും ഒരുപക്ഷെ ജയിച്ചേക്കാൻ സാധ്യതയില്ലാത്ത രീതിയിലേക്ക് ഐക്യ ജനതാദളിൻ്റെ ഗ്രാഫ് ഇടിയും എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് വരുമ്പോൾ അത് ബി.ജെ.പി നേതൃത്വത്തെ വല്ലാതെ കുഴയ്ക്കുകയാണ്. ശരിക്കും ആഘാതമേൽക്കുന്നത് NDAക്ക് തന്നെയാണ്. ബി.ജെ.പിക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിൽ ഈ സഖ്യകക്ഷികൾക്ക് വിട്ടുകൊടുത്ത സീറ്റുകളുടെ കാര്യത്തിൽ വലിയ നഷ്ടം സംഭവിച്ചേക്കാം. 441 സീറ്റുകളിലാണ് ബി.ജെ.പി ദേശീയ തലത്തിൽ 543 സീറ്റുകളിൽ മത്സരിക്കുന്നത്. അതായത് സഖ്യകക്ഷികൾക്ക് വിട്ടുകൊടുത്ത സീറ്റുകളുടെ എണ്ണം നോക്കിയാൽ കേവലം 100 സീറ്റുകൾ മാത്രമേ ഉള്ളെങ്കിലും അതിനകത്ത് ഏറ്റവും പ്രമുഖർ എന്ന് പറയുന്നതിൽ JDU കൃത്യമായി ഉണ്ട്. മാത്രമല്ല JDUവിന് കൃത്യമായി ഇത്രയും സീറ്റ് കൊടുത്തതുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിക്ക് അകത്ത് തന്നെ വലിയ രീതിയിലുള്ള ഒരു അഭിപ്രായ ഭിന്നതയുണ്ട്. ഇക്കുറി JDUവിന് അനുകൂലമായി ബി.ജെ.പി വോട്ട് ചെയ്യില്ല എന്നുള്ളതും JDU ബി.ജെ.പിക്ക് അനുകൂലമായി രാഷ്ട്രീയപരമായി വോട്ട് ചെയ്യില്ല എന്നുള്ളതും ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമായി തന്നെ ബീഹാർ രാഷ്ട്രീയത്തിൽ ഉടലെടുത്തിരിക്കുന്ന കാര്യമാണ്. നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നമുക്കറിയാം മഹാഗഡ്ബന്ധൻ ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി ഇന്ത്യ മുന്നണിക്ക് വേണ്ടി നരേന്ദ്രമോദിയെ എതിർത്ത് കളയാം, ഇപ്പോൾ തന്നെ ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിലേക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞാണ് നിതീഷ് കുമാർ തൻ്റെ രാഷ്ട്രീയ കളം പയറ്റാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ വളരെ നിസാരമായി തന്നെ ഒരു നിസാര പ്രശ്നം പറഞ്ഞ് കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന കൊടുത്തതിൽ ഞാൻ സന്തുഷ്ടനാണെന്ന് പറഞ്ഞ് ഒരു വിഷയമുണ്ടാക്കുന്ന രീതിയിൽ, ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയിൽ എന്ന് തന്നെ പറയേണ്ടി വരുന്ന അവസ്ഥ, ആ ഒരു സാഹചര്യമാണ് നിതീഷ് കുമാർ നടത്തിയത്. തരംതാണ രാഷ്ട്രീയ കളി അത് കളിച്ചാണ് നിതീഷ് കുമാർ വീണ്ടും ബി.ജെ.പി സഖ്യവുമായി കൈകോർത്തത്. പക്ഷേ ജനങ്ങൾ കൃത്യമായി അത് ഓങ്ങി വെച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. നിതീഷ് കുമാർ ഇത്തവണ ലോക്സഭയിൽ കാര്യമായിട്ടുള്ള പ്രാതിനിധ്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കം ബി.ജെ.പി നേതൃത്വം പോലും നടത്തുന്നു. അതൊരു നെഗറ്റീവ് എഫക്റ്റായി മാറുമെന്ന് അമിത്ഷായ്ക്ക് കൃത്യമായി അറിയാം. അമിത്ഷായ്ക്ക് അറിയാം ഇനി ബീഹാർ രാഷ്ട്രീയത്തിൽ ബി.ജെ.പിക്ക് അവിടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ നിയമസഭയിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കിയാൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നഷ്ടം ഇത്തവണ ഉണ്ടാക്കാൻ എല്ലാവിധ സാധ്യതയുണ്ട്. ബീഹാർ എന്ന സംസ്ഥാനത്ത് ബി.ജെ.പിക്ക് അതുവഴി ഉണ്ടാകുന്ന നഷ്ടം വളരെ വലുതാണ്. ഐക്യ ജനതാദളിനും പല കാര്യങ്ങളിലും സമരസപ്പെടാൻ കഴിയുന്നില്ല. അത് ഒരു വലിയ പ്രശ്നമായി അവശേഷിക്കുകയാണ് ബീഹാർ രാഷ്ട്രീയത്തിൽ.